അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ഹിജ്റ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും 200-നടുത്ത് വരുന്ന വിശ്വാസികളായ മുസ്ലിമീങ്ങൾ വിശുദ്ധ മക്കയിൽ നിന്നും മദീനയിലേക്ക് നടത്തിയ ഒരു പാലായനത്തിൻ്റെ ചരിത്രമാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റ വല്ലാത്ത ഒരു സംഭവമായിരുന്നു. അത് വളരെ വിശദമായി തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠഭാഗമാണ്. പൊതുവെ എന്തോ എന്നറിയില്ല, മുസ്ലിമുകൾക്ക് ഹിജ്റയെക്കുറിച്ച് അത്ര ബോധവാന്മാരല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഹിജ്റയെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് വല്ലാതെ സ്വാധീനിക്കും. അത്രയും വലിയ മനോഹരമായ അതികഠിനമായ, അവർ എല്ലാം ഉപേക്ഷിച്ച് പോയി അവരുടെ ജീവിതം തന്നെ പറിച്ച് മറ്റൊരു നാട്ടിലേക്ക് നട്ട മനോഹരമായ ജീവിതത്തിൻ്റെ ത്യാഗത്തിൻ്റെ ചരിത്രമാണ് ഹിജ്റ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ഹിജ്റയുടെ പഥികർ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജ്റ ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ രണ്ടാം അഖബ ഉടമ്പടിയോടുകൂടി പ്രവാചകർക്കും അനുയായികൾക്കും മദീനയിൽ ഒരു ഭൂപ്രദേശം സ്ഥാപിക്കുകയാണ് അവർ ചെയ്യുന്നത്. അഥവാ മദീന അവർക്ക് ഒരു സുരക്ഷിത ഭൂപ്രദേശം, തങ്ങൾക്ക് ചെന്നു ചേരാനുള്ള ഒരു അനുയോജ്യമായ മണ്ണാണെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. അതായിരുന്നു രണ്ടാം അഖബ ഉടമ്പടിയോടുകൂടി മക്കയിൽ സാധിച്ചെടുക്കാൻ കഴിഞ്ഞത് പ്രവാചകർക്ക്. ആ ഉടമ്പടിക്ക് ശേഷം അള്ളാഹുവിൻ്റെ റസൂലിനെയും അവരുടെ അനുയായികളെയും യസ്രിബുകാർ അങ്ങോട്ടേക്ക്, മദീന അന്നത്തെ പേര് യസ്രിബ് എന്നായിരുന്നു, ആ യസ്രിബുകാർ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് പ്രവാചകരെയും കൂട്ടരെയും അഥവാ അന്നത്തെ വിശ്വാസികളായ ആളുകളെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അങ്ങനെ വിശ്വാസികൾക്ക് ആശ്വാസം തേടി എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് യസ്രിബ് എന്ന് അങ്ങനെ ഈ അനുയായികളും തിരിച്ചറിയാൻ പോവുകയാണ്. കാരണം അത്രയും പീഡനങ്ങളാണ് മുസ്ലിമീങ്ങൾക്ക് മക്കയിൽ അനുഭവിക്കേണ്ടി വന്നത്. ആ പീഡനത്തിൻ്റെ ചരിത്രം ഇതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. എങ്ങനെയൊക്കെ ആയിരുന്നു ഖുറൈശികൾ വിശ്വാസികളെ ആക്രമിച്ചിരുന്നത്, ഏതൊക്കെ രീതിയിലായിരുന്നു അവർക്കെതിരെയുള്ള സമീപനങ്ങൾ നടത്തിയിരുന്നത് എന്നൊക്കെ വിശദമായി സംസാരിക്കേണ്ട ഒരു ചർച്ചയാണ്. അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ കടന്നു ചെല്ലുന്നില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് നുബുവത്ത് ലഭിച്ച ആദ്യ ദിവസങ്ങളിൽ നിന്ന് തന്നെ ഹിജ്റ പോകേണ്ടതിൻ്റെ, അഥവാ തനിക്ക് വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു പ്രവചനം ലഭിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് ഹിജ്റ ലഭിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച് ആ തുടക്കത്തിലെ ദിവസം തന്നെ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണല്ലോ ഓടിച്ചെല്ലുന്നത്. ഓടിച്ചെന്ന ആ ഒരു സന്ദർഭത്തിൽ പിന്നെ പേടിച്ച് വിറച്ച് നല്ല പനി ബാധിച്ച് ജമ്മിലൂനി എന്നൊക്കെ പറഞ്ഞ് പുതപ്പിട്ട് മൂടി തൻ്റെ പനിക്കൊരൽപ്പം ആശ്വാസമായി എന്ന് കണ്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അന്ന് വറഖത്ത് ബിൻ നൗഫൽ 13 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് അന്ന് വറഖത്ത് ബിൻ നൗഫൽ 13 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. അഥവാ താങ്കൾ സ്വന്തം നാടും വീടും വിട്ട് പുറത്തു പോകേണ്ടി വരും എന്ന ഒരു പ്രവചനം വറഖത്ത് നടത്തുന്നുണ്ട്. പക്ഷെ ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് അത് അത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം അത്രയും വിശ്വസിക്കുന്ന സമൂഹമായിരുന്നു. പ്രവാചകരെ അൽ അമീൻ എന്ന് പേരിട്ടുകൊണ്ട് ആ നാട്ടുകാർ അത്രയധികം വിശ്വസിച്ചിരുന്ന ആ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിശ്വസനീയമായി തോന്നിയ പ്രവാചകർ അവർ എന്നെ പുറത്താക്കുമോ, എന്താ സ്വന്തം നാട്ടുകാർ എന്നെ പുറത്താക്കുമോ, ഇത്രയും വിശ്വാസമുള്ള എന്നെ അവർ പുറത്താക്കുമോ എന്ന് അത്ഭുതത്തോടു കൂടി വറഖയോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിക്കുന്നതായെല്ലാം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ആ വറഖ അന്ന് പ്രവചിക്കപ്പെട്ട ആ ഒരു സാഹചര്യത്തിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് കാലെടുത്ത് വെക്കാൻ പോകുന്നത്.
യഥാർത്ഥത്തിൽ അബൂ ത്വാലിബ് മരണപ്പെട്ടതോടുകൂടി പൗരത്വം നഷ്ടപ്പെട്ട ഒരു പൗരനെ പോലെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ കഴിഞ്ഞുകൂടുന്നത്. അഥവാ മറ്റൊരു പൗരന്റെ സംരക്ഷണത്തിൽ മുത്തഇം ഇബ്നു അദിയ്യ് എന്ന് പറയുന്ന മറ്റൊരു പൗരന്റെ സംരക്ഷണത്തിൽ കീഴിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം മക്കയിൽ കഴിഞ്ഞുകൂടുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ? അഥവാ മറ്റൊരു പൗരന്റെ കീഴിൽ ഒരു അന്യനായിട്ട് സ്വന്തം ജന്മനാടിൽ കഴിഞ്ഞുകൂടേണ്ട ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ കാലത്ത് മക്കയിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് ഹിജ്റ പോവാനുള്ള സൂചന നൽകിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ആയത്തിറക്കുന്നത്. സൂറത്തുൽ ഇസ്രായിന്റെ 76 മുതലുള്ള ആയത്തുകൾ പരിശുദ്ധമായ ഹിജ്റയ്ക്ക് വേണ്ടി ഹിജ്റ പുറപ്പെടാൻ അള്ളാഹുവിൻ്റെ ഹബീബിന് നിർദ്ദേശം നൽകിക്കൊണ്ട് അള്ളാഹു ഇറക്കിയ ആയത്തുകളാണ്.